നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ബൈസരണിലെ കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ഏജൻസികൾ ഭീകരരുടെ വീടുകൾ തകർക്കുന്നത് തുടരുന്നു. മേഖലയിലെ തീവ്രവാദ ശൃംഖലയെ മുച്ചൂടും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ റെയ്ഡുകൾ പുരോഗമിക്കുകയാണ്. വടക്കൻ കാശ്മീരിലെ കുപ്വാരയിലെ കലാറുസിൽ ലഷ്കർ കമാൻഡറുടെ വീട് ബോംബ് വെച്ച് തകർത്തു. ഫറൂഖ് അഹമ്മദ് തദ്വയുടെ വീടാണ് തകർത്തത്. കഴിഞ്ഞ 48 മണിക്കൂറിൽ 6 ഭീകരരുടെയോ അവരുടെ കൂട്ടാളികളുടെ വീടുകൾ തകർത്തിരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മറ്റുള്ളവർക്കെതിരെയും സമാന നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ശ്രീനഗറിൽ ശനിയാഴ്ച 60-ലേറെ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി ജമ്മു കാശ്മീർ പോലീസ് വക്താവ് അറിയിച്ചു. ആയുധങ്ങൾ, രേഖകൾ, ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവ പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു റെയ്ഡ്. സംശയാസ്പദമായ ഏതൊരു നീക്കവും നിരീക്ഷിക്കുന്നതിനായി ജില്ലയിലുടനീളം മൊബൈൽ ചെക്ക് പോസ്റ്റുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 2 ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർത്തിരുന്നു. ആക്രമണത്തിൽ പങ്കെടുത്ത അനന്ത്നാഗ് സ്വദേശി ആദിൽ ഹുസൈൻ തോക്കർ, ആസൂത്രകരിൽ ഒരാളായ ത്രാൽ സ്വദേശി ആസിഫ് ഷെയ്ഖ് എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ഇവരുടെ വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി സുരക്ഷാ സേന അറിയിച്ചു. ഇവരെ കൂടാതെ ആസിഫ് ഫൗജി, സുലൈമാൻ ഷാ, അബു തൽഹ എന്നിവരും പഹൽഗാം ഭീകരാക്രമണ സംഘത്തിലുണ്ടായിരുന്നു. അക്രമത്തിലോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്ന ഏതു വ്യക്തിക്കും നിയമത്തിന് കീഴിലുള്ള ശക്തമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് പോലീസ് വക്താവ് വ്യക്തമാക്കിയത്. പഹൽഗാം സംഭവം ആവർത്തിക്കാതിരിക്കാൻ താഴ്വരയിലുടനീളം തീവ്രവാദികളുടെ കൂട്ടാളികളെയും അനുഭാവികളെയും വേട്ടയാടുകയാണ് സുരക്ഷാ സേന. അതിനിടെ പഹൽഗാമിൽ 26 പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരർ 5-ലേറെ പേരുണ്ടായിരുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഈ വിവരം ദൃക്സാക്ഷികൾ സുരക്ഷാ ഏജൻസികളെ അറിയിച്ചതായിട്ടാണ് സൂചന. വിനോദസഞ്ചാര കേന്ദ്രത്തിന് പുറത്തും ബൈസരൺ താഴ്വരയുടെ വിവിധ ദിശകളിൽ നിന്നും വെടിവെച്ചുകൾ കേട്ടതായി റിപ്പോർട്ടുണ്ട്. നേപ്പാളിൽ നിന്നും സഞ്ചാരികളായി എത്തിയ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് 5-ലേറെ തീവ്രവാദികളുണ്ടെന്ന സൂചന നൽകിയത്. ഒരു മരത്തിന് സമീപം നിൽക്കുമ്പോൾ ഭീകരവാദികളിൽ ഒരാൾ തങ്ങളെ സമീപിച്ച് വ്യക്തിവിവരങ്ങൾ ചോദിച്ചു. തുടർന്ന് ഒരാളെ കൊലപ്പെടുത്തി. അതേസമയം തന്നെ പ്രധാന വിനോദസഞ്ചാര മേഖലയിൽ നിന്നും വെടിവെപ്പ് കേട്ടുവെന്നുമാണ് മൊഴി. പഹൽഗാം ഭീകരാക്രമണത്തെ UN ശക്തമായി അപലപിച്ചു. ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും സഹായം നൽകിയവരെയും ആസൂത്രണം നടത്തിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും 15-അംഗ UN രക്ഷാസമിതി ആവശ്യപ്പെട്ടു. UAE ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഭീകരാക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് പുതിയ അവകാശവാദവുമായി രംഗത്ത് വന്നിരുന്നു. തങ്ങൾ ലക്ഷ്യമിട്ടത് സാധാരണ വിനോദസഞ്ചാരികളെയല്ല, മറിച്ച് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുമായി ബന്ധമുള്ളവരെയാണെന്നായിരുന്നു TRF പ്രസ്താവന. ന്യൂസ് 18 ആയിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ പഹൽഗാം സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന നിഷേധ പ്രസ്താവനയും ഇവർ പുറത്തിറക്കി. ഇതിനിടെ അതിർത്തി കടന്നുള്ള തിരിച്ചടി ഉടൻ ഉണ്ടാകുന്നതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന. അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറാകണമെന്നും അവശ്യ മരുന്നുകൾ കരുതണമെന്നും ജമ്മുവിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ നിന്നും സൈനിക ഓപ്പറേഷൻ വൈകില്ലെന്ന അഭ്യൂഹം ശക്തമാണ്. ജമ്മുവിലെയും ബാരാമുള്ളയിലെയും സർക്കാർ മെഡിക്കൽ കോളേജുകളുടെയും ആശുപത്രികളുടെയും അനുസരണത്തിനായിട്ടാണ് പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. സാമൂഹ്യ സംഘർഷമോ സൈനിക തർക്കമോ മൂലം സൃഷ്ടിക്കാവുന്ന അടിയന്തര അവസ്ഥകൾ നേരിടാൻ ആശുപത്രികൾ പൂർണ്ണമായി സജ്ജമാകണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ജീവനക്കാരുടെ അവധികൾ നിയന്ത്രിക്കുകയും ആശുപത്രി ജീവനക്കാർ സ്ഥിരമായി ഡ്യൂട്ടിയിൽ നിലകൊള്ളുകയും ചെയ്യണമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. അവശ്യ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ആവശ്യമായ അളവിൽ സൂക്ഷിക്കുകയും കൺട്രോൾ റൂമുകൾ സജ്ജീകരിക്കുകയും ചെയ്യണമെന്ന് ആശുപത്രികളോടുള്ള നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടൻ പ്രവർത്തിക്കാവുന്ന രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ലക്ഷ്യമിടുന്നത്.